അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വെളിപ്പെടുത്തലുകളായി ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, കൂടുതൽ കത്തുകളും പുറത്തു വരുന്നുണ്ട്. നോക്കൂ, ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വേണ്ടി എൻ വിജയൻ ഉണ്ടാക്കി വെച്ച വലിയ ബാധ്യതയായിരുന്നു പ്രശ്നം. തിരുവഞ്ചൂർ അടക്കമുള്ളവർ വീട്ടിലെത്തി ആ ബാധ്യത ഏറ്റെടുക്കാമെന്ന് പറയുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നതോടുകൂടി കുടുംബത്തിന്റെ പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അവർ വലിയ തരത്തിലുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ. പക്ഷേ യഥാർത്ഥ പ്രശ്നം അപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ? കുറ്റക്കാരെ, എൻ വിജയന്റെ മരണത്തിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദികളായവരെ ഇപ്പോഴും സംരക്ഷിക്കുകയല്ലേ കോൺഗ്രസ്? ഒരു സംരക്ഷണവുമില്ല. അങ്ങയുടെ വിശദീകരണം ആ രീതിയിലാക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തുടക്കം തൊട്ടേ നടപടിയെടുത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി എന്ന് നിങ്ങളുടെ പോലീസിനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പോലീസിനെ സമീപിച്ച ആളുടെ പേർ IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം MLA ആണ്. SP അതിന്റെ പിറ്റേ ദിവസം തന്നെ നേരിട്ടെത്തി ഈ വിഷയത്തിലെ ദുരൂഹത മാറ്റണമെന്നും ഈ വിഷയത്തിൽ തന്റെ പേരടക്കം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായി കാണുന്നുവെന്നും പീറ്റർ എന്നൊരാളുടെ എഗ്രിമെന്റ് പേപ്പർ ആയിരുന്നു അന്ന് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്നത്. ആ എഗ്രിമെന്റ് പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്ലാരിഫിക്കേഷൻ അത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഏറ്റവും ആദ്യം പോലീസിനെ സമീപിച്ചത് കോൺഗ്രസ് ആണ്, IC ബാലകൃഷ്ണനാണ്. പീറ്ററിന്റെ എഗ്രിമെന്റ് പേപ്പർ ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എൻ വിജയന്റെ ആത്മഹത്യാ കുറിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. ആ എൻ വിജയന്റെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം എടുത്ത നിലപാട് എന്താണ് അസിത? പോലീസ് ആദ്യം എടുത്ത നിലപാട് ആ വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക്കിന് അയക്കുകയും അങ്ങനെ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്തൊരു നിലപാടെടുക്കും എന്നാണ് അന്ന് വയനാട് പോലീസ് തീർച്ചയായും അങ്ങനെ ഒരു കേസിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണല്ലോ അതിന്റെ ഒരു രീതി. ഒരു കത്ത്, അത് ആത്മഹത്യക്കുറിപ്പല്ല എന്തുമാകട്ടെ, അത് കയ്യിൽ കിട്ടിയാൽ അത് നേരെ പബ്ലിഷ് ചെയ്ത് ഇതാണ് അതിന്റെ തെളിവ് എന്ന് പറയുകയല്ലോ പോലീസിന്റെ രീതി. അത് ഫോറൻസിക് പരിശോധന നടക്കട്ടെ, IC ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണവും പരാതിയും തെളിവെടുപ്പും ഒക്കെ ആ നിലയിൽ നടക്കട്ടെ. വസന്ത്, ഞാൻ ചോദിക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ശരിയാണ്. വസന്ത് പറയുന്നത് പോലെ ആരെയും സംരക്ഷിക്കില്ല എന്ന് ഇങ്ങനെ പൊതുമധ്യത്തിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാകുമോ? IC ബാലകൃഷ്ണൻ പീറ്ററിന്റെ കത്തിന്റെ ആധികാരികതയെ സംശയിക്കുന്നു. പക്ഷേ എൻ വിജയൻ മക്കൾക്ക് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് എഴുതിയ മരണക്കുറിപ്പുണ്ട്. അതിനു മുൻപ് ഈ ഉത്തരവാദിത്വം എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കുന്ന കത്തുകളുണ്ട്. KPCC അധ്യക്ഷനടക്കം അത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കത്തിൽ എന്ത് നടപടിയെടുത്തു? അപ്പോൾ IC ബാലകൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ട് വസന്ത് അടക്കമുള്ളവർ. ആ വിശ്വാസം എന്തുകൊണ്ട് എൻ വിജയന്റെ വാക്കുകളിലില്ല? അല്ല, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരു കത്ത് പുറത്തു വന്നാൽ ഫോറൻസിക് പരിശോധന നടത്തണമെന്നത് പോലീസിന്റെ മാത്രം നിലപാടല്ല, CPM-ന്റെ നിലപാടാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നമ്മുടെ കളമശ്ശേരിയിൽ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സിയാദ് എന്നൊരു സഹകാരി ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ നിന്നൊരു ലെറ്റർ കിട്ടുകയും ആ ലെറ്റർ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നതാണ് എന്ന് കണ്ടപ്പോൾ അന്ന് പോലീസ് എടുത്ത നിലപാടും CPM എടുത്ത നിലപാടും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പ്രതി ചേർത്താൽ മതി എന്നുള്ളതായിരുന്നു. കളമശ്ശേരി ഏരിയ സെക്രട്ടറിയെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ലല്ലോ. അപ്പൊ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. പക്ഷെ തിടുക്കത്തിൽ എൻ വിജയന്റെ കുടുംബം കോൺഗ്രസിനെതിരെ തിരിയുന്നു എന്ന് കണ്ട് നിങ്ങളുടെ പോലീസ് നിശബ്ദത പാലിച്ചു. എന്നാൽ KPCCയുടെ അന്വേഷണ കമ്മീഷൻ തിരുവഞ്ചൂർ അടക്കമുള്ളവർ ആ കുടുംബത്തിന്റെ അടുത്തെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുശേഷം ആ കുടുംബം പോലീസിന്റെ അന്വേഷണം പോലീസിന്റെ വഴിക്കും പാർട്ടിയുടെ അന്വേഷണം പാർട്ടിയുടെ വഴിക്കും പോകട്ടെ, നീതി ലഭ്യമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ അന്ന് വൈകിട്ട് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്തു? IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് നിങ്ങളുടെ പോലീസ് കൽപ്പറ്റ കോടതി വളരെ കൃത്യമായി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അപസർപ്പക കഥകൾ പടച്ചുവിടുകയാണ്. നോക്കൂ, IC ബാലകൃഷ്ണനെ കാണാനില്ല, ND അപ്പച്ചനെ കാണാനില്ല. KPCC മീറ്റിംഗ് യോഗത്തിൽ നേരിട്ട് ND അപ്പച്ചനെ കണ്ണാൽ കണ്ട ഒരാളാണ് ഞാൻ. വസന്ത്, ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും വസന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം അങ്ങനെ പോകട്ടെ വസന്ത്. അന്വേഷണത്തെ കുറിച്ച് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ വസന്ത് അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്നതിൽ നിന്നും ND അപ്പച്ചനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? IC ബാലകൃഷ്ണനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേ രീതിയിൽ തന്നെ 50 വർഷത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ കുടുംബത്തിന് പോലും എങ്ങനെയാണ് വസന്ത് ഇത്ര പൊതുമധ്യത്തിൽ വന്ന് പ്രതികരിക്കേണ്ടി വരുന്നത്? മരണം നടന്ന് 10 ദിവസത്തിന് ശേഷമല്ലേ? അതും എൻ വിജയന്റെ വാക്കായിരുന്നു. അപ്പോൾ ആ എൻ വിജയനെ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന്റെ കത്തിനെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? അത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്ന KPCC അധ്യക്ഷന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് പക്ഷെ ഒരു നടപടിക്രമമുണ്ട്. അങ്ങനെ നോക്കൂ, 2019 എൻ വിജയേട്ടൻ അടക്കമുള്ള DCC ഭാരവാഹികൾ
ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ അഴിമതി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് മുമ്പേ ആകെ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നയിച്ചപ്പോഴാണ് അന്ന് KE വിനയൻ KPCCയുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. ആ കമ്മിറ്റി അവിടെ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തിയാണ് ഞങ്ങൾ ഡോക്ടർ സണ്ണി അടക്കമുള്ളവരെ പുറത്താക്കുന്നത്. ആ പുറത്താക്കിയവരെയാണ് CPM ഏറ്റെടുക്കുന്നത്. അന്നത്തെ KPCCയുടെ കമ്മിറ്റി വസന്ത് പൂർണ്ണമായും വിശ്വസിക്കുകയാണല്ലേ? അന്നത്തെ അന്വേഷണത്തെ വസന്ത് പൂർണ്ണമായും വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായും. അതുകൊണ്ട് നോക്കൂ, അല്ല ഒരു കാര്യം കൂടി, അസിതയുടെ ചോദ്യത്തിന് 10 സെക്കൻഡ് ഉത്തരം പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ, അന്നത്തെ പോലെ തന്നെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് KPCCയുടെ മുമ്പാകെ വരും. അതിനുശേഷം അതിന് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കും. നോക്കൂ വസന്ത്, ഇതിന് മുൻപ് വന്ന കമ്മിറ്റിയെ കുറിച്ചാണ് വസന്ത് പറയുന്നത്. അതിൽ വസന്ത് അടക്കമുള്ളവർക്ക് വിശ്വാസമുണ്ട്. അതിൽ നടപടിയെടുത്ത ആളുകൾ കുറ്റക്കാരെന്ന് വസന്ത് ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ അന്വേഷണ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ അന്വേഷണ കമ്മിറ്റി മുൻപാകെ ഞങ്ങൾ കൊടുത്ത മൊഴികളൊന്നും അവർ കേട്ടിട്ടില്ല, ആ വിവരങ്ങളൊന്നും രേഖപ്പെടുത്താനോ കേൾക്കാനോ പോലും തയ്യാറായില്ല എന്ന് കാണിച്ച സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സക്കറിയ മണ്ണിൽ KPCC അധ്യക്ഷൻ എഴുതിയ ഒരു കത്തുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിന്റെ വിഷയം: സാർ, അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാൻ തയ്യാറായത് സ്വീകരിക്കാത്തതിനാലാണ് നേരിട്ടൊരു അപേക്ഷ സമർപ്പിക്കുന്നത്. ആ അപേക്ഷയിൽ തുടർന്നങ്ങോട്ട് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയ വലിയ തുകയുടെ കണക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വസന്ത് ഉൾപ്പെടെ വിശ്വസിക്കുന്ന ആ അന്വേഷണ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയ ആളാണ് ഇദ്ദേഹം. ഇപ്പോഴും കോൺഗ്രസിനൊപ്പം ഉണ്ടല്ലോ അല്ലേ? ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലെ പ്രതി കൂടിയാണ് സക്കറിയ മണ്ണിൽ. ഈ സക്കറിയ മണ്ണിലും ഞാൻ ഈ IC ബാലകൃഷ്ണന്റെ മരണത്തിന്റെ പിറ്റേ ദിവസം കൈരളി ചർച്ചയ്ക്ക് എടുത്തപ്പോ ശരത്ചന്ദ്രനായിരുന്നു അന്ന് ചർച്ച നയിച്ചത്. ഞാൻ അന്ന് ഗസ്റ്റായിരുന്നു. അന്ന് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്: സക്കറിയ മണ്ണിൽ പ്രീ പ്രസാദ് എന്ന ഞങ്ങളുടെ DCC ഭാരവാഹി ഇങ്ങനെ 2 പേരുടെ പേരിൽ 2019-ലും 18-ലും 19-ലും 20-ലും കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് അവർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങിപ്പോ വായിക്കുന്ന കത്ത് സക്കറിയ മണ്ണിൽ തന്നെ നിഷേധിച്ച കത്താണ്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി പുറത്തുവിട്ടതിന് ശേഷം സക്കറിയ മണ്ണിൽ എന്നല്ല ഒരു കോൺഗ്രസ് നേതാവും ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൈരളിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തൂടെ, ഇത് ഞങ്ങളുടെ കത്തല്ല, ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളുടെ വിവരമല്ല, 5/8/2021 അയച്ച കത്താണ്, അപ്പോൾ ഡേറ്റ് സഹിതം കൈരളി ഇങ്ങനെ ഒരു വ്യാജ കത്ത് പുറത്തു വിട്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നിശ്ചയമായും നടപടിയെടുക്കാമല്ലോ. അല്ല, ഈ കത്ത് പുറത്തു വന്ന അന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് വയനാട് ജില്ലാ പ്രസ് മീറ്റ് ഹാളിൽ അവർ തള്ളി പറഞ്ഞൊരു കത്തിനെ ഇനിയും കൈരളി എടുത്തുകൊണ്ട് കിടന്നാൽ അവർ എന്ത് നിയമ നടപടി സ്വീകരിക്കും? സ്വാഭാവികമായും വസന്ത്, കത്ത് അയച്ചവർക്കും കത്ത് കിട്ടിയവർക്കും മാത്രമാണ് ഇതിന്റെ ആധികാരികത അറിയാവുന്നതല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് ആളുകൾ ഞങ്ങൾ ഇത് അയച്ചിട്ടില്ല എന്നോ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നോ പറഞ്ഞാൽ ഈ കത്തിങ്ങനെ തെളിവായി കാണിക്കുക എന്നതിനപ്പുറം മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ പൊതുമധ്യത്തിൽ കാണിക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കാകില്ലല്ലോ. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കാം. അത് തന്നെയാണ് NM വിജയന്റെ കാര്യത്തിലും ആദ്യം നിങ്ങൾ ഉന്നയിച്ചത്. ഞാൻ മടങ്ങി വരാം.